ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ ആരാധന, പുത്രനായ ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവായ ദൈവമേ ആരാധന. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയുടെ പ്രിയമകളെ, പ്രിയമകനെ, കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ദൈവിക സംരക്ഷണവും അനുഗ്രഹങ്ങളും സുഖനിദ്രയും നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ കരുതലോടെ നമ്മെ ഉണർത്തി ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് നമ്മളിലൂടെ ദൈവം ചെയ്തു തീർക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികളിൽ വ്യാപരിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന കരുതലിനെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ നിദ്രയെ ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ നമുക്ക് സുഖനിദ്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ അസ്വസ്ഥതകളെയും തടസ്സങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവമേ നിൻ്റെ കൃപയാക്കി മാറ്റി ഞങ്ങളെ കൂടുതൽ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ വളരുവാനായിട്ടുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ആത്മാവിൻ്റെ വരദാനങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഈ പ്രഭാതത്തിൽ എന്നെയും എൻ്റെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അയൽക്കാരെയും സൗഹൃദങ്ങളെയും ജീവിത പങ്കാളിയെയും മക്കളെയും വാഹനങ്ങളെയും വസ്തുവകകളെയും എൻ്റെ തൊഴിൽ മേഖലകളെയും ശുശ്രൂഷ മേഖലകളെയും പഠന മേഖലകളെയും ദൈവമേ നിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ സമർപ്പിക്കുന്നു. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളെ മുഴുവനായി നിൻ്റെ തിരുരക്തം കൊണ്ട് പൊതിയണമേ. വിശുദ്ധ കുരിശിനാൽ മുദ്രണം ചെയ്യണമേ. അന്ധകാര ശക്തികളെയും പൈശാചിക ശക്തികളെയും ദുഷ്ടശക്തികളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും തകർക്കുവാനായിട്ടുള്ള ആത്മീയ ബലം ഞങ്ങൾക്ക് നൽകണമേ. കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനുമാണെന്ന് അരുൾ ചെയ്ത കർത്താവേ, ഈ തിന്മകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 146 ഖണ്ഡികയിൽ വിശുദ്ധ ഫൗസ്റ്റീന ഇപ്രകാരം കുറിച്ചു വച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണെന്നും അത് ഏത് അവസ്ഥയിലാണെങ്കിലും പ്രാർത്ഥന ഒരടിസ്ഥാന ഘടകമാണെന്നും ഫൗസ്റ്റീന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഫൗസ്റ്റീനയുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. പ്രാർത്ഥന എല്ലാ തരത്തിലുമുള്ള പോരാട്ടത്തിന് വേണ്ടി ആത്മാവിനെ ഒരുക്കുന്നു. ആത്മാവ് ഏതവസ്ഥയിലാണെങ്കിലും പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധിയും നൈർമല്യവുമുള്ള ആത്മാവ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മലത നഷ്ടപ്പെടും. ഈ വിശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആത്മാവും പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. സമീപകാലത്ത് മാനസാന്തരപ്പെട്ട ആത്മാവ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും വീണുപോകും. പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ആത്മാവും പ്രാർത്ഥിക്കണം, അത് പാപത്തെ അതിജീവിച്ചേക്കാം. ഒരാത്മാവിനും പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഒഴിവ് കഴിവില്ല. കാരണം ചെറിയ കൃപ പോലും പ്രാർത്ഥനയിലൂടെയാണ്
ആത്മാവിന് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ശ്വാസമാണ് പ്രാർത്ഥനയെന്ന് അസീസിയിലെ ഫ്രാൻസിസ് പറയും. നമുക്കറിയാം, ശാരീരികമായി നമ്മൾ ശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം മരണത്തിലേക്ക് നീങ്ങും. നമ്മുടെ നാസാരന്ധ്രങ്ങൾ കൈകൊണ്ടടച്ച് പിടിച്ച് ശ്വസിക്കാതെ വായും പൂട്ടി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അതിൽ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ കുഴഞ്ഞു വീഴും, മരണത്തിൽ നമ്മൾ വീഴും. എന്നാൽ ഉള്ളിലെ ആത്മാവിൻ്റെ കാര്യം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഉള്ളിലെ ആത്മാവിന് പ്രാർത്ഥനയില്ലെങ്കിൽ ഇതുപോലെ ആത്മാവ് മൃതമായി മാറും. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഈശോയോട് നമുക്കും പറയാം, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയപ്പെട്ട ഈശോയെ, നിലനിൽപ്പിൻ്റെ വരം എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അതിവിശുദ്ധമായ വചനങ്ങൾ മുറുകെ പിടിക്കുവാൻ വേണ്ട കൃപകൾ എൻ്റെ മേൽ ചൊരിയണമേ. അവശേഷിക്കുന്ന എല്ലാ സംശയങ്ങളിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ. ദയയും ക്ഷമയും സ്ഥിരതയും കൊണ്ട് എൻ്റെ ആത്മാവിനെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞാൻ നിന്ദിക്കപ്പെടുമ്പോൾ സമചിത്തനായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. തളർന്ന് അവശനാകുമ്പോഴും നിൽക്കാതെ മുന്നേറുവാൻ അങ്ങേ കൃപ കൊണ്ടെന്നെ പൊതിഞ്ഞ് ശക്തനാക്കണമേ. മനുഷ്യകുലത്തെ രക്ഷിക്കുവാനായി അങ്ങയെ സഹായിക്കുവാനുള്ള എൻ്റെ അക്ഷീണ യത്നങ്ങളിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളിൽ എന്നെ ശക്തിപ്പെടുത്തണമേ. എന്നെ പ്രാർത്ഥനയുടെ വ്യക്തിത്വമാക്കി മാറ്റണമേ. പ്രാർത്ഥിച്ച് അസീസിയിലെ ഫ്രാൻസിസ് പ്രാർത്ഥനയായി മാറിയതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയിൽ വളർത്തി പ്രാർത്ഥനയുടെ സാന്നിധ്യമാക്കി ഞങ്ങളെ മാറ്റണമേ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ലോകത്തെ രക്ഷിച്ച കർത്താവേ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങൾക്കുള്ള സകലതിനെയും മുദ്രണം ചെയ്യണമേ. നമ്മുടെ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടെ നിങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും ദൈവീക കൃപകളും നിങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരായി ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലതിനെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. ദുഷ്ടശക്തികളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകട്ടെ. പരിശുദ്ധ കന്യകാമറിയമേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും സമർപ്പിക്കുന്നു. കൂടുതൽ ജപമാലകൾ ചൊല്ലി സ്വർഗത്തോളം പ്രാർത്ഥനയിൽ വളരുവാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, വിശുദ്ധ മിഖായേലേ, വിശുദ്ധ റാഫായേലേ, വിശുദ്ധ ബെനഡിക്റ്റേ, സകല വിശുദ്ധരെ, സകല മാലാഹമാരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ. സ്നേഹപൂർവം നിങ്ങളുടെ ബിനോയിലീൻ കപ്പൂച്ചിൻ അച്ഛൻ, പിയോ ഭവൻ, കൽപ്പറ്റ.